ഹായ് ഹലോ. ഇന്നൊരു കുഞ്ഞ് കഥ കേട്ടാലോ? ഫസ്റ്റ് ട്രൈ ആണേ. 2 ജില്ലയിലിരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് FB വഴി പ്രണയിച്ച് ലൈഫ് സക്സസ് ആയി കൊണ്ടുപോകുന്ന 2 കപ്പിൾസിൻ്റെ കഥയാണ് കേട്ടോ ഇന്ന്. FBയിൽ ആരും കാണാതെ റിക്വസ്റ്റ് അയച്ച് ഒരു ചോദ്യചിഹ്നം റിപ്ലൈ ആയി കൊടുത്ത് അതിൽ നിന്നും പ്രണയം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മീറ്റപ്പ് വരെ എത്തി. അവൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൽ അവളും അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൽ അവനും മുഖാമുഖം ആദ്യമായി കണ്ട ദിവസം. പിരിയുമ്പോൾ വളരെയധികം സങ്കടത്തോടെയാണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പല്ലേ, അത് കുറച്ചുകൂടി ബോണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞ് പോകെ പോകെ ലോങ് ഡിസ്റ്റൻസിൽ മിസ്സിംഗ് ആയി, പൊസസീവ്നെസ് ആയി. അങ്ങനെ അവർ ജനുവരി 8-ാം തീയതി ബ്രേക്കപ്പ് എന്ന സ്റ്റേജിലെത്തി. വളരെ ദിവസത്തെ മിസ്സിങ്ങിന് ശേഷം വീണ്ടും അവരൊന്നും കൂടി മീറ്റ് ചെയ്തു. ആ മീറ്റ് ചെയ്ത ടൈമാണ് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറി രണ്ടുപേരും ഒന്നിച്ചു തൊഴുത് പത്മനാഭൻ്റെ അനുഗ്രഹത്തോടെ എഴുത്തച്ഛൻ്റെ മണ്ണിൽ നിന്നും വന്ന അവനും ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് ചേക്കേറിയ അവളും കൈകൾ കോർത്തുപിടിച്ച് എന്ത് പ്രതിസന്ധി വന്നാലും ഇനി ലൈഫ് ഒന്നിച്ചേ ഉള്ളൂ എന്ന തീരുമാനം അവിടെ വെച്ചെടുത്തു. ഫെബ്രുവരി 16-ാം തീയതി വളരെ ഇഷ്ടത്തോടെ ഒരു ഗിഫ്റ്റും വാങ്ങി അവൻ വന്നിടത്തേക്ക് അവൾ പോയി അവനെ കാണാൻ. അങ്ങനെ കണ്ടു. ശേഷം ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒരുപാട് അനുഭവിച്ചെങ്കിലും വീട്ടുകാർ എതിർത്തെങ്കിൽ കൂടെ രണ്ടുപേരും വീണ്ടും ലൈഫ് ഒന്നിച്ചു മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവൾക്ക് അവനില്ലാതെയും അവൻ അവളില്ലാതെയും പറ്റത്തില്ല എന്നൊരു ഡിസിഷൻ അവരുടെ മാരേജ് വരെ എത്തി. 2019 ജൂൺ 5-ാം തീയതി ഒരുപാട് ടെൻഷൻ അടിച്ച് അവർ സ്റ്റാർട്ട് ചെയ്തതാണ് അവരുടെ ലൈഫ്. 2019 ജൂൺ 6-ാം തീയതി അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. അതെ, അവർ രണ്ടുപേരും വിവാഹിതരായി. ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചാണെങ്കിലും തൻ്റെ പ്രണയം സക്സസ് ആയതിൽ വളരെയധികം സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും. ഒപ്പം തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ച ഫാമിലീസും ജോയിൻ ആയതോടുകൂടി വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിലേക്കൊരു കുട്ടി സന്തോഷം വേണമല്ലോ എന്നാഗ്രഹിച്ച് വളരെ പെട്ടെന്ന് 6 മാസങ്ങൾ കടന്നുപോയി. അങ്ങനെ നമ്മുടെ കുഞ്ഞിക്കാലുള്ള കുഞ്ഞിക്കണ്ണൻ്റെ വരവറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രഗ്നൻസി കോഡിൽ 2 ലൈൻ തെളിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം സെപ്റ്റംബർ 11-ാം തീയതി നമ്മുടെ കുട്ടിക്കുറുമ്പൻ ജനിച്ചു. അങ്ങനെ വളരെ ഹാപ്പിയായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇത് എൻ്റെ കഥയാണ്, എൻ്റെ ഫസ്റ്റ് ഡൂഡിൽ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.